നിൽക്കുന്നത്. ഇതാണ് ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്. ഈ കാണുന്നതൊക്കെ ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങാണ്. ഇവിടെ നമ്മൾ നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഡെൻ്റൽ കോളേജാണ്. എന്തോ ആ കാണുന്ന ബിൽഡിങ് ഫാർമസിയാണ്. അതിനുശേഷം നമുക്ക് നേരെ കാണാം, കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്ന ബിൽഡിങ് അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. ഇവിടെ ഒത്തിരി നോർത്ത് ഇന്ത്യൻസ്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ്, PhD സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. PhD സ്റ്റുഡൻസ് മാത്രമല്ല, പോസ്റ്റ് ഡോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞി വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹീബ്രു യൂണിവേഴ്സിറ്റി. ഈ ഹീബ്രു യൂണിവേഴ്സിറ്റി നിലവിലുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. പക്ഷേ ഇത് തുടങ്ങാൻ കാരണമായിരുന്നവർ 3 പേരാണ്. അവരിൽ എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹൈം വൈസ്മാൻ എന്നാണ്. ഇദ്ദേഹം ആരാണെന്നറിയുമോ? ഇദ്ദേഹമാണ് ഇസ്രായേലിലെ ആദ്യത്തെ പ്രസിഡൻറ്റ്. ഇപ്പോൾ റഹോബത്തിലുള്ള ഒരു വൈസ്മാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്നതിന് കാരണം കണ്ടുപിടിച്ച ഒരു ഓസ്ട്രേലിയൻ ന്യൂറോളജിസ്റ്റായ സിഗ്മണ്ട് ഫ്രോയിഡാണ് മൂന്നാമത്തെ ആൾ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഈ ഒരു എപ്പിസോഡ് തന്നെ പോരാതെ വരും. ഹദാസ യൂണിവേഴ്സിറ്റി 2 സ്ഥലങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് എൻഗെരിം വില്ലേജ്, മറ്റേത് മൗണ്ട് സ്കോപ്പസ് എന്ന സ്ഥലത്തും. ഈ എൻഗെരിം വില്ലേജിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനെ വേണമെങ്കിൽ ഒരു സ്മോൾ സ്വിറ്റ്സർലാൻഡ് എന്നോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലമെന്ന് വേണേൽ പറയാം കേട്ടോ. എന്നിരുന്നാലും സെക്കൻഡ് ടെമ്പിൾ പീരീഡിൻ്റെ അവസാനം വരെയും യഹൂദരുടെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ വില്ലേജ്. അതിനുശേഷം അത് ക്രിസ്ത്യൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോളി പ്ലേസ് ആയി. ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപയോഹന്നാൻ്റെ ജനനം ഇവിടെയായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ജെറുസലേമിനും ബെത്ലഹേമിനും ഇടയ്ക്കുള്ള സ്ഥലമായതിനാൽ തന്നെ ഈ സ്ഥലം തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് ചെയ്തത്. ഇസ്രായേലിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഫിലോസഫർ, ദ ബുക്ക് റൈറ്റർ, സയൻറ്റിസ്റ്റ് ഇവരെല്ലാം സ്റ്റേ ചെയ്യുന്നതും ഈ ഒരു ലൊക്കാലിറ്റിയിലാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഹദാസ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഗാർഡനിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങുകളാണ് ഹദാസയിലെ മെഡിക്കൽ സ്കൂള്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഡെൻ്റൽ സ്കൂള്. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ബിൽഡിങ്ങാണ് ഫാർമസി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡെൻ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമുക്ക് അഭിമാനിക്കാനുള്ള കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇന്ത്യൻസ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇന്ത്യക്കാർക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സ്കൂൾ ഓഫ് ഫാർമസി. ഇവിടെ നിറയെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് റിസർച്ചിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബിൽഡിങ്ങാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പേര് PhDയിൽ ഫാർമക്കോളജിക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയും ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തിയററ്റിക്കലാണെങ്കിൽ ഇവിടെ കൂടുതലും റിസർച്ച് ഓറിയൻറ്റേറ്റഡ് ആയിരിക്കും. പണ്ട് കാലങ്ങളിൽ, അതായത് 1913 കാലഘട്ടങ്ങളിൽ പല്ലെടുക്കുന്ന ഡെൻ്റൽ ഓഫീസായിരുന്നു കേട്ടോ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ തന്നെ എത്ര വെൽ ഒക്കുപ്പൈഡ് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പല്ല് പറിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇതൊരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇസ്രായേലിനെക്കുറിച്ച് ചെറുതായി ഒന്ന് നടത്തിയ റിസർച്ചിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നോബൽ ലോറിയേറ്റ് എല്ലാവരും വേറെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്താലും അവരെല്ലാം ജൂഷ് എന്നതാണ് മറ്റൊരു അത്ഭുതം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് സ്റ്റുഡൻസിൻ്റെ ക്യാൻറ്റീന്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറി കരിയർ സയൻറ്റിസ്റ്റായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നോബൽ പ്രൈസ് വെക്കുന്ന സ്ഥലമാണിത്. നോബൽ പ്രൈസും അദ്ദേഹത്തിൻ്റെ പേറ്റൻറ്റും ഇസ്രായേലിനാണ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സംഭാവന ചെയ്ത് എഴുതി വച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി റീസൺസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൽക്കാലത്തിന് നോബൽ പ്രൈസ് ഇവിടുന്ന് മാറ്റിയേക്കുകയാണ്. ഈ കണ്ടതാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സർട്ടിഫിക്കറ്റ്സ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഹദാസ മെഡിക്കൽ സ്കൂളിലുള്ള ഹീബ്രു യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഇത് മെഡിക്കൽ ലൈബ്രറിയാണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ വ്യൂവും അതുപോലെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ആണ് ഇവിടെ. ഞാൻ പോയത് ശബാത്ത് ടൈമിലായിരുന്നത് കൊണ്ടാണ് കേട്ടോ സ്റ്റുഡൻസിനെ ഒന്നും ഒരുപാട് നമുക്ക് കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ അവരോട് ഇൻട്രാക്ട് ചെയ്യാനും എനിക്ക് പറ്റിയില്ല.
കാണുന്നത് അനാട്ടമി സെക്ഷനാണ് കേട്ടോ. പണ്ട് കാലത്തെ എല്ലാം ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല ഇതെല്ലാം മെഡിക്കൽ ഓറിയൻറ്റേറ്റഡ് ആണ്. നമ്മളിവിടുന്ന് പയ്യെ പോകാൻ പോവാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി അവിടുന്ന് നേരെ ഹോസ്പിറ്റലിനുള്ളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറേ അല്ല കേട്ടോ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മാളിനുള്ളിലേക്ക് കയറിയ പോലെ ഇല്ലേ, ഇതെല്ലാം ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ്. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിനടുത്ത് തന്നെ. ഇപ്പോൾ ബൈസ്റ്റാൻഡറായിട്ടൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ബോറടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുമാതിരിയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, വളരെ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ വ്യൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ പയ്യെ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എസ്കലേറ്ററിലൊക്കെ കയറി നമ്മുടെ മാൾ സെറ്റപ്പിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എൻ്റെ പൊന്നേ, എൻ്റെ പേഷ്യൻ്റ് ഒന്നും ഇതുവരെയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് 2 വർഷമായിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബ്യൂട്ടി ഇപ്പോഴാണ് ഞാൻ വന്ന് കാണുന്നത്. ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ കണ്ടോ, ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോഴും അതിൻ്റെ താഴെ ഒരു സംതിങ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മൾ ഹദാസ് ഫിലിമിനോട് വിട പറയുകയാണ്. ഇതാണ് നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ, ഈ കാണുന്നത്. നമ്മളിത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ നിന്നാണ് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തത്. ഓക്കെ, ഇത് ലൈബ്രറി. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് നേരെ താഴേക്ക് നടന്നു പോയത്. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon it can all be worth it, all the searching. Pain is never really permanent, but damn it hurts man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please, you're all too loud. You don't speak quietly, opinions violently thrown across every surface. It makes me nervous, it's the world honestly burning. That's all I'm learning, hope that we can make a turn and start reversing. All our minds and put the work in, we got some work man.